ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ കൈമ അരിയില്ലേ, കൈമ റൈസ്, അതാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തത്. അത് നമ്മൾ ആദ്യം തന്നെ അളന്ന് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെക്കുക. അത് അടച്ച് വെച്ച് മാറ്റി വെക്കണേ. ഇനി നമുക്ക് എന്ത് വേണം? നൈസായിട്ട് കട്ട് ചെയ്ത ഉള്ളി വേണം. പിന്നെ അറിയാലോ, കശുവണ്ടിയും മുന്തിരി അതൊക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാന് വെച്ച് ഒരു പാത്രം വെച്ച് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വെക്കണം കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മൾ കശുവണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വറുത്തെടുക്കുകയാണ്. അത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ഉള്ളിയില്ലേ, വലിയ ഉള്ളി, അതും കൂടെ അത് നൈസായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അതധികം മൂത്ത് പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ട് നമുക്കത് എന്ത് ചെയ്യുക? അതും കൂടെ വറുത്ത് കോരി എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഇതിലേക്ക് കറുവപ്പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ഏലക്കായ, കുറച്ച് കുരുമുളക്, പിന്നെ കറുവപ്പട്ടയുടെ ഇല, പിന്നെ കുറച്ച് വലിയുള്ളി കട്ട് ചെയ്തതും ക്യാരറ്റും, ഇത്രയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വറുത്ത് കോരിയ ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. അത് പിന്നെ വാടിയ ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരി ഇട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ അരി ആദ്യം ഇട്ടിട്ട് വെള്ളം ആദ്യം ചൂടാക്കാൻ വെക്കണം കേട്ടോ. അരി ആദ്യം ഇടുകയാണെങ്കിൽ പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്, പിന്നെ അരി കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ ഇവിടെ 2 കപ്പ് അരി എടുത്തതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അരി ആദ്യം ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് അരിയും വെള്ളവും കൂടി ഇങ്ങനെ സമമായിട്ട് വരുമല്ലോ തിളച്ചിട്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളവർ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഈ അടപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കാരണം ഫ്ലെയിം കുറച്ചിട്ടാണ് വെക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? അടപ്പ് വെക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം അരിയും വെള്ളവും സമമായ സമയത്ത് നമ്മൾ കുറച്ച് നാരങ്ങയും കൂടെ നീര് ഉറ്റിച്ചു കൊടുക്കുക. അരി കുഴഞ്ഞു പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം അങ്ങനെ വെക്കുക. അപ്പോൾ നമ്മളെന്താ വെള്ളമൊക്കെ വറ്റി അരി ഇപ്പം നന്നായിട്ട് വെന്ത്, ചോറൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വെള്ളം ഓക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച പിന്നെ ഉള്ളിയും ഫ്രൈ ചെയ്ത ഉള്ളിയും കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ നിറയെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കൈമ റൈസില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചിക്കൻ കറി വെക്കണം. ചിക്കൻ കറി ഞാൻ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ കറി നമ്മൾ ഉള്ളിയൊന്നും വഴറ്റിയിട്ട് അങ്ങനെ വെക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതേപോലെ പിന്നെ മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാല തേച്ച് മാറ്റി വെച്ച ചിക്കനിലോട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്താ കണ്ടില്ലേ, നമ്മൾ ചിക്കനൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കി പിന്നെ വെച്ചതാണ്. ഇപ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും പിന്നെ ഒക്കെ ഇടുകയാണ്. ഇപ്പം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. അതായത് വറുത്ത തേങ്ങ വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ അതിൻ്റെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് കറിവേപ്പില കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് പാന് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും കുരുമുളകും
തേങ്ങയും ഇത്രയാണ് വേണ്ടത്. നന്നായിട്ട് വറുത്തരച്ച് എടുത്തു. അപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ വെന്തു. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഇനി മല്ലിയിലയും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മറ്റേ ഈ ഗരം മസാല വീട്ടിലുണ്ടാക്കി, അതായത് ഈ കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകമൊക്കെ പൊടിച്ചത് വീട്ടിലുണ്ടാക്കി തന്നെയാണ്. അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങാക്കൊത്തും വറ്റൽ മുളകും കടുകും കൂടെ ഇട്ടൊന്ന് വറവിടണം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കടുകും പിന്നെ വറ്റൽ മുളകും തേങ്ങാക്കൊത്തും കൂടെ ഇടുക. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, അതായത് ഇങ്ങനെ ബ്രൗൺ കളറിലാക്കി എടുക്കുക. എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും സെറ്റ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുതിനയിലയും മല്ലിച്ചപ്പും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ഉപ്പും കൂടെ ചേർത്തോടാം. നല്ലൊരു പിന്നെ നെയ്ച്ചോറിന് പറ്റിയ നല്ല അടിപൊളി ഒരു ചട്നിയും കൂടെ ആവും. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരെ